ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്നെൻ്റെ ആനിവേഴ്സറി ഡേ ആണ്. സോ ഇന്നെനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല. രണ്ടാൾക്കും അവരുടേതായ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് ലൈഫ് ഹാപ്പി ആവുന്നത്. പിന്നെ ലൈഫിൽ ഏറ്റവും ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ലക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ രാത്രി തന്നെ ഒരു ചെറിയ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബെൻടോ കേക്ക് ഓർഡർ ചെയ്യാം അങ്ങനെയൊക്കെ പ്ലാൻ ആക്കിയതായിരുന്നു. പക്ഷേ അന്ന് ഷോപ്പിങ്ങും പിന്നെ പുറത്ത് പോകാൻ കുറേ ബിസിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കേക്കൊന്നും ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബേക്കറിയിൽ കിട്ടിയ ഒരു ചെറിയ കേക്ക് മേടിച്ചു. പിന്നെ ഡ്രസ്സും ഷൂസും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി തന്നെ ഞാനത് കൊടുത്തു. പിന്നെ നമ്മൾ രണ്ടാളും മാത്രമായിട്ട് ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. വേറെ ആരൊന്നും ഇല്ലാതെ നമ്മൾ രണ്ടാളെ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഉണ്ടല്ലോ, രാവിലെ ആയപ്പോൾ എനിക്ക് ജസ്റ്റ് വീട്ടിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ വീട് വരെ വന്നതാണ് ഞാൻ. പിന്നെ ഈ ഒരു റിങ് ഉണ്ടല്ലോ, ഈ റിങ് ഞാൻ തന്നെയാണ് പോയി മേടിച്ച്. പക്ഷേ ഇതെനിക്കാന്നുള്ളൊരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പുണ്ട്. ഫാമിലി ഗ്രൂപ്പ് എന്നാൽ വീട്ടിലുള്ള എൻ്റെ 2 ബ്രദേഴ്സും ബുഷേന ഇത്ര ആൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഫാമിലിയിലെ ഒരാൾക്ക് ഫംഗ്ഷനാണ്, അങ്ങനെ എന്താ കൊടുക്കുക, നമുക്ക് റിങ് കൊടുത്താലോ, അങ്ങനെയൊക്കെ 1 day ബിഫോർ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞു, ഈ ഒരു റിങ് മേടിക്കുക, ഈ ബഡ്ജറ്റിൽ റിങ് മേടിക്കുന്നൊക്കെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് മേടിച്ചു. പക്ഷേ സത്യമായിട്ടും എനിക്കാന്നുള്ള കാര്യം അപ്പം അറിയില്ലായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു, പക്ഷേ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അതെനിക്കുള്ളതാ റിങ് അങ്ങനെയൊക്കെ പറഞ്ഞു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഡയമണ്ട് റിങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വന്ന് കുറച്ച് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് മെഹന്തിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇനി തിരിച്ചും വീട്ടിൽ പോയിട്ട് മെഹന്തി വെക്കാൻ കുറേ ലേറ്റാവും. അതുകൊണ്ടും ഇപ്പം തന്നെ വെക്കുകയാണെങ്കിൽ പിന്നെ ഹെൽപ്പാവുമെന്ന് വിചാരിച്ചിട്ട് രാത്രിയാവൂലേ, അതുകൊണ്ടും ഇപ്പം തന്നെ മെഹന്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ മെഹന്തി വെച്ചു. ബുഷീനാണ് കേട്ടോ എനിക്ക് വെച്ച് തരുന്ന മെഹന്തി. പിന്നെ ഞാനൊരു 15 days മെഹന്തി ക്ലാസ് ഉണ്ടായിരുന്നു, അതിലേക്ക് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റിയില്ല. ഒരു 9 days ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്. നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ബേസിക്കൊക്കെ കുറച്ച് ചെറുതായിട്ട് ബേസിക്കൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ. അങ്ങനെ ചെറുതായിട്ട് ട്രൈ ആക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ട്രൈ ആക്കിയിട്ടൊന്നുമില്ല, അവളെ ഞാൻ വെച്ച് തരുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡ് ഒരു ഫുഡ് പാർസൽ അയച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് തന്നെ. അങ്ങനെ ഈവനിങ് ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ ആളെത്താൻ ഭയങ്കര ലേറ്റായിപ്പോയി. എന്തോ തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് വരുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ടൗണിലേക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എപ്പോഴത്തെ പോലെ നമുക്ക് കുറേ നേരം ടൗണിലൊന്നും സ്പെൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. ബട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഗിഫ്റ്റ് എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നതാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഒരാൾ നമ്മൾക്ക് എന്ത് വാങ്ങി തരുന്നുവോ അതിലല്ലല്ലോ കാര്യം, ആ തരുന്ന ആളുടെ സ്നേഹവും ആ തരാനുള്ള ഒരു എഫേർട്ട് എടുക്കില്ലേ, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരാൾ എന്ത് തന്നാലും അത് അവർ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് തരുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആവുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതായിരുന്നു കേട്ടോ എൻ്റെ ചെറിയ കുട്ടി ആനിവേഴ്സറി വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.